കുറച്ച് വരികളിൽ ഒരു കുഞ്ഞനുഭവം എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 1-ാം തീയതിയാണ്. അപ്പം മനോഹരമായിട്ട് ആ അനുഭവം നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുകയാണ്. ഈ മാസത്തെ കൃഷ്ണവിഗ്രഹങ്ങൾ ഈ മാസം 1-ാം തീയതി തൊട്ട് 7 ദിവസം സമ്മാനമായിട്ട് നൽകുന്നുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ, യൂട്യൂബിലെ ജോയിൻ ബട്ടണിലൂടെ വരാം, ഫേസ്ബുക്കിൽ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. എൻ്റെ മോൾക്ക് ഗുരുവായൂരിൽ ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നേ. അന്ന് കണ്ണനെ കാണാൻ നല്ല തിരക്കായിരുന്നു കേട്ടോ. മെയ് 25-ന് ലാസ്റ്റ് പ്രോഗ്രാം. രാവിലെ ക്യൂവിൽ നിന്ന് ഉച്ച കഴിയാറായിരുന്നു കേട്ടോ. എനിക്ക് മോൾക്ക് മേക്കപ്പും 4 മണിക്ക് കൊണ്ടുപോകണം, എല്ലാത്തിനും അങ്ങനെ തന്നെ പോകണം, സമയത്തിന് തന്നെ എത്തണമല്ലോ. ലൈന് തെക്കേ നടയിൽ എത്തിയതേ ഉള്ളൂ. കയ്യിൽ ഞാൻ പെറുക്കിയെടുത്ത 10 മഞ്ചാടിയും കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ ഭഗവാന്. എനിക്കത് നേർച്ചയായിട്ട് കൊടുക്കണം എന്നറിയില്ല. ഉച്ചയ്ക്കുള്ള പൂജയ്ക്ക് ലൈന് ക്ലോസ് ആക്കി. ഒട്ടും പ്രതീക്ഷയില്ല. ഗുരുവായൂർ ജീവനക്കാർ ആണോ എന്നറിയില്ല. ഒരു ലേഡി വന്നു. എന്നിട്ട് എൻ്റെ കയ്യിൽ സ്പെഷ്യൽ ക്യൂവിനുള്ള ഒരു പാസ് തന്നു. ഞങ്ങൾക്ക് അവരെ അറിയില്ല, അവർക്ക് ഞങ്ങളെ അറിയില്ല. നട അടയ്ക്കുന്നതിന് മുൻപ് കണ്ണനെ തൊഴുതുട്ടോ. മനസ്സിൽ എങ്ങനെ കാണാം എന്ന് തോന്നിയോ കണ്ണനെ? അങ്ങനെ തന്നെ കണ്ടു. ഊഞ്ഞാലിലാടുന്ന ഉണ്ണിക്കണ്ണനെയാണ് കണ്ടത്. ഞാൻ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ മായ എന്ന് പറയുന്നത് ഇതൊക്കെയല്ലേ. ഞാനും ഇങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുകയാണ്, ഈ വരി അവിടെ എത്തില്ല, തൊഴാൻ പറ്റില്ല എന്ന്. പക്ഷേ ഭഗവാൻ എന്നെ കണ്ടു കേട്ടോ. എന്തൊരു സന്തോഷമായിരുന്നു എന്നറിയോ ആ ദിവസം. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഒരു കുഞ്ഞു വാക്കുകളിൽ എഴുതി അയച്ച അനുഭവമാണ്. അപ്പം കണ്ണൻ്റെ അനുഭവം ചെറിയ വാക്കുകളിലായാലും നമുക്ക് എന്ത് സന്തോഷമാണ് നൽകുന്നതെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ അല്ലേ. അപ്പം എല്ലാവരിലേക്ക് എത്തിക്കുക. ഈ മാസം, ഈ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹരേ കൃഷ്ണ.